2026 കേട്ട നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം മാത്രം വെച്ചല്ല പറയുന്നത്, ജനിച്ച മലയാള മാസവും കൂടി നോക്കിയിട്ടാണ് പറയുന്നത്. നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ, മലയാള മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കി. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ മലയാള മാസം അറിയണം. അതറിയാത്തവർക്ക്, ജനിച്ച മലയാള മാസം അറിയാത്തവർക്ക് ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. പക്ഷേ ഒരു മാസത്തിൻ്റെ പകുതിക്കാണ് ജനിക്കുന്നതെങ്കിൽ, ഒരു 15-ാം തീയതിയിൽ അടുപ്പിച്ചാണ് ജനിക്കുന്നതെങ്കിൽ ചിലപ്പോൾ തെറ്റാം. അതുകൊണ്ട് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്താൽ കിട്ടും മലയാള മാസം. അപ്പം സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെയും വെച്ച് അടിസ്ഥാനമാക്കി നോക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അപ്പം നമുക്ക് ജാനുവരി മാസത്തെ കേട്ട നക്ഷത്രത്തിന് ആദ്യം ജാനുവരി മാസം എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവെ മോശമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി മോശമാണ്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം വലിയ ചെറിയ തടസ്സങ്ങളെല്ലാം കാണും. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത തടസ്സങ്ങൾ, എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക, ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. ഈ ദോഷം കൂടുതൽ കാണുക കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ മോശമായി നിൽക്കുന്നത്. എന്നാൽ ഇടവത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷം അത്ര പ്രബലമല്ല. ഇനി ഫെബ്രുവരി മാസം ഇടവം ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. ഇനി മാർച്ച് മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഇനി ഏപ്രിൽ മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. പക്ഷേ മകരമാസക്കാർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാസം അത്ര ഗുണമുള്ളതല്ല. ഇനി മെയ് മാസം. ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതെല്ലാം നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൂൺ മാസം
ജൂൺ മാസം പൊതുവെ മോശമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പക്ഷേ ഇടവത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഇരിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി ജൂലൈ മാസം, ഇടവം, കന്നി, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂര യാത്രകൾക്കെല്ലാം അവസരമുണ്ടാകും. ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാനെല്ലാം പറ്റിയ മാസമാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. ഓഗസ്റ്റ് മാസം പൊതുവെ വലിയ ഗുണവും ദോഷമൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു മാസമാണ്. ഏത് മാസത്തിൽ പൊതുവെ വലിയ ഗുണമില്ല, ദോഷമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് പോകും. അപ്പം വേണമെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ കന്നി, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യം തുടങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാസം തന്നെയാണ്. അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം. സെപ്റ്റംബർ മാസം പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്ക് അവസരം, ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ്. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത്. ഇനി ഒക്ടോബർ മാസം. ഒക്ടോബർ മാസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. ബാക്കിയുള്ളൊരു മാസമാണ്. ദൂരയാത്രകൾക്കെല്ലാം അവസരം കിട്ടും. ഉല്ലാസ യാത്രകൾ പോകാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നു കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇനി നവംബർ മാസം. നവംബർ മാസത്തിലെ ധനു കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. ദൂരയാത്രകൾക്ക് അവസരം, ഭാഗ്യമുള്ളൊരു മാസമാണ്. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ്. പുതിയ എന്തെങ്കിലും ആത്മീയപരമായിട്ടെല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. വിദേശ ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആരെങ്കിലും പറ്റിച്ചെന്ന് വരാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഇനി ഡിസംബർ മാസം. ഡിസംബർ മാസത്തിലെ ഇടവം, ചിങ്ങം, കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ,
ദൂരയാത്രകൾക്ക് അവസരം, ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. പൊതുവെ മാനസികരമായ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ഇതാണ് 2026 കേട്ട നക്ഷത്രക്കാർക്കുള്ള ഫലം.